കാറ്റത്തെ കിളിക്കൂട്ടിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. നിധിയാണെങ്കിൽ നികേഷിനെ കാണാതെ അവിടെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. എല്ലാവരും നികേഷിനെ തിരക്കി പോയിട്ടുണ്ട്. അപ്പം ഭാസ്കരനും അറിഞ്ഞ് നികേഷിനെ കാണുവാനില്ല. നികേഷിനെ തിരക്കി എല്ലാവരും പോയ കാര്യം ഭാസ്കരൻ നിധിയടുത്ത് പറയുന്നുണ്ട്. മോള് വിഷമിക്കേണ്ട, അവനിങ്ങി വരും, അവൻ എവിടെ പോകാനാ എന്നും പറഞ്ഞ് അവിടെ പോയി ഇരിക്കുന്നുണ്ട്. അങ്ങനെ ബീഡിയൊക്കെ എടുത്ത് വലിക്കാൻ നോക്കുമ്പോഴത്തേക്ക് നിധി ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ ടെൻഷനോടെ ഇങ്ങനെ ഇരിക്കുകയാണ്. നിധി ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് അപ്പം നികേഷ് പറയുകയാണ്, ഏട്ടത്തി വന്നതിന് ശേഷം ഇതൊരു വേടായി മാറിയത്. എന്നും ഏട്ടന്മാർ തമ്മിലങ്ങ് അടിയാണ്. സുധീഷ് ഏട്ടനും ഹരീഷ് ഏട്ടനും തമ്മിൽ അടിയാണ്. ആഴ്ചയിൽ 4 ദിവസം അടിയാണ്. എനിക്കതൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമമാണ്. പക്ഷെ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ചെറിയ കാര്യത്തിനായിരിക്കും അവരടി കൂടുന്നത് എന്ന് നികേഷ് നിധിയടുത്ത് പറഞ്ഞ കാര്യം നിധി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിധി ഇങ്ങനെ സങ്കടത്തോടെ നികേഷിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാസ്കരൻ അവിടെ ഇങ്ങനെ ടെൻഷനോടെ ഇരിക്കുന്നുണ്ട്. പക്ഷേ എല്ലാവരോടും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ടെൻഷനൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ ഭാസ്കരന് നല്ല ടെൻഷനുണ്ട്. നികേഷിനെ കണ്ടില്ലല്ലോ ഇതുവരെ. അങ്ങനെ ടെൻഷനോടെ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഭാസ്കരനും. ഈ സമയത്താണെങ്കിൽ ഹരീഷാണെങ്കിൽ ഓരോ കടയിൽ കയറി ഇറങ്ങി ഇങ്ങനെ നോക്കുകയാണ്. ഓരോരുത്തരുടെ ഫോട്ടോയൊക്കെ കാണിച്ച് നികേഷിനെ കണ്ടോ, എവിടെയാണെന്ന് കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നുണ്ട്. അകപ്പാടെ ഭ്രാന്ത് പിടിച്ച പോലെ ഹരീഷ് ഓടി നടന്ന് എല്ലാവരോടും ചോദിക്കുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ സുധീഷും അതുപോലെ സുഭാഷും ഇങ്ങനെ കാറിൽ എല്ലായിടത്തും വന്ന് തിരക്കുവാണ്. എങ്ങും കാണുന്നില്ല. സുഭാഷിനാണെങ്കിൽ അകപ്പാടെ ടെൻഷൻ. ഇനി നികേഷ് അരുതാത്ത എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള ടെൻഷനാണ് സുഭാഷിന്. അങ്ങനെ അതേപോലെ സുധീഷിനുണ്ട്. അങ്ങനെ തിരക്കി അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ്. അവസാനം സുധീഷ് പറയാണ്, ഏട്ടാ നമുക്ക് ബീച്ചിൻ്റെ സൈഡിലെങ്ങാനും പോയെന്ന് നോക്കിയാലോ. അപ്പോൾ സുഭാഷ് പറയാണ്, അവൻ ഈ രാത്രിയിൽ എന്തിനാണ് ബീച്ചിൽ പോകുന്നത്? എന്നാലും നമുക്കൊന്ന് പോയി നോക്കിയാലോ. അവിടെ എങ്ങാനും അവൻ ഇരിപ്പുണ്ടായോ? ഇനി അവിടെ മാത്രം നോക്കാതിരിക്കട്ടെ, ഇപ്പം നമ്മൾ ഒരുവിധം എല്ലായിടത്തും നോക്കിയല്ലോ, ഹരീഷ് നോക്കുന്നുണ്ട്, നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് സുധീഷ് സുഭാഷിൻ്റെ അടുത്ത് പറയണം. അപ്പോൾ സുഭാഷ് പറയാണ്, എന്നെങ്കിൽ നമുക്ക് അവിടെ പോയി നോക്കാടാ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അവർ നേരെ ബീച്ചിലേക്ക് പോവുകയാണ്. അങ്ങനെ അവിടെ ഇറങ്ങി അവിടെ എല്ലാം നോക്കുന്നുണ്ട്. അവിടെ എങ്ങും നികേഷിനെ കാണുന്നില്ല. അപ്പോൾ സുഭാഷ് പറയാണ്, ഇനി എവിടെ പോയി തപ്പോൾ അവനെ എങ്ങും കാണുന്നില്ലല്ലോടാ, ഇനി എവിടെ പോയി അവനെ അന്വേഷിക്കാം? അവൻ്റെ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫും. അവൻ്റെ കൂട്ടുകാരന്മാരുടെ ചോദിച്ചോ എന്ന് സുധീഷിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ സുധീഷ് പറയാണ്, ചോദിച്ച് അതിൽ പലരും ഇന്ന് നികേഷിനെ കണ്ടിട്ട് പോലും ഇല്ല. അപ്പോൾ സുഭാഷ് പറയണം, മണ്ടത്തരമായിപ്പോയി. രാവിലെ അവൻ്റെ കൂടെ ആരെങ്കിലും പോകേണ്ടതായിരുന്നു. അവൻ്റെ മാനസികാവസ്ഥ നമ്മളും കൂടെ ആലോചിക്കേണ്ടതായിരുന്നു. കോളേജിലൊക്കെ പോയി ഫ്രണ്ട്സിനെയൊക്കെ കാണുമ്പോൾ ഇതൊക്കെ മാറുമോ എന്നുള്ളൊരു ചിന്ത കൊണ്ടാണ് ഞാൻ പിന്നെ അവന് പോകണ്ടെന്നൊന്നും പറയാതിരുന്നതെന്ന് നമ്മുടെ സുധീഷിൻ്റെ അടുത്ത് പറയുകയാണ്. അങ്ങനെ ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് സുധീഷ് ദൂരെ ഒരാളിങ്ങനെ ബാഗുമായിട്ട് ഇരിക്കുന്നത് കാണുന്നത്. അപ്പം സുധീഷാണെങ്കിൽ സുഭാഷിൻ്റെ അടുത്ത് പറയാണ്, സുഭാഷേട്ടാ അല്ലാതെ നമ്മളെ നികേഷല്ലേ ഇരിക്കുന്നത് എന്ന് ചോദിക്കണം. അപ്പോൾ അതേടാ വാ നമുക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞ് സുധീഷും കൂടെ നേരെ അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നികേഷ് ഇങ്ങനെ കരഞ്ഞ് സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവർ ഓടിച്ചെന്നിട്ട് നികേഷ് എന്ന് വിളിക്കുകയാണ്. അപ്പോഴത്തേക്ക് നികേഷാണെങ്കിൽ ചാടി നിൽക്കുകയാണ്. ഏട്ടാ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. എന്ത് പരിപാടിയാടാ, ഇതുവരെ നീ ആണെങ്കിൽ എവിടെ പോയിരുന്നു? നിന്നെ രാവിലെ തൊട്ട് കിടന്ന് ഞങ്ങൾ ഫോണിൽ വിളിക്കുന്നു, നീ എന്താ ഫോൺ എടുക്കാഞ്ഞത്? നീ എന്തിനാ സ്വിച്ച് ഓഫ് ആക്കി വെക്കുന്നത്? നീ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത് എന്നൊക്കെ സുധീഷ് തുരുതുരാ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നികേഷ് പറയുകയാണ്, അത് എനിക്ക് അങ്ങോട്ട് വരാൻ തോന്നില്ല, അത് എൻ്റെ വീടല്ലല്ലോ ഇപ്പോൾ എന്ന് പറയുന്നത്. അപ്പോൾ സുഭാഷ് പറയുകയാണ്, ഓ ഞങ്ങളാരും നിൻ്റെ ചേട്ടന്മാരല്ലേ എന്ന് സുഭാഷ് ചോദിക്കുകയാണ്. നിനക്ക് ഞങ്ങളെ വിട്ട് പോകാൻ പറ്റുമെങ്കിൽ നീ പൊക്കോ, ഞങ്ങൾക്കാണെങ്കിൽ നിന്നെ വേണം, അതുകൊണ്ടാണ് നിന്നെ തിരക്കി വന്നത്. ഇനി നിനക്ക് ഞങ്ങളെ വേണ്ടെങ്കിൽ നീ പൊക്കോ ഞങ്ങളെ വിട്ട് എന്ന് സുഭാഷ് ഭയങ്കര സങ്കടത്തോടെ പറയുകയാണ്. അപ്പോൾ ആണെങ്കിൽ നികേഷ് ഭയങ്കരമായിട്ട് കരയാണ്. അപ്പോൾ സുധീഷ് നോക്കിയാണ്, എന്താടാ നിനക്ക് പറ്റിയത് എന്ന് ചോദിക്കുകയാണ്. അപ്പം നികേഷ് ഭയങ്കരമായിട്ട് കരയുകയാണ്. അപ്പം സുധീഷ് ചോദിക്കുകയാണ്, എന്താടാ നിനക്ക് പറ്റിയത്? നീ ഇപ്പോൾ ആ സത്യങ്ങളൊക്കെ അറിഞ്ഞെന്നും പറഞ്ഞിട്ട് എന്താ സംഭവിക്കാനാ? നേരത്തെ അറിഞ്ഞാലും ഇപ്പോഴറിഞ്ഞാലും എന്താ എന്ന് പറയാണ്. അപ്പം നികേഷ് ചോദിക്കുകയാണ്, ആരും എന്നോട് ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പം വീണ്ടും സുധീഷ് ചോദിക്കുകയാണ്, നേരത്തെ അറിഞ്ഞാൽ എന്തുവാടാ, ഇതിനൊക്കെ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ? ഇപ്പോഴും നിൻ്റെ ചേട്ടന്മാരാണ് ഞങ്ങൾ, അന്നുമായാലും നിൻ്റെ ചേട്ടന്മാരാണ്. ഇപ്പം എന്താണ് മാറ്റം ഉണ്ടായത്? ഇപ്പം അറിഞ്ഞെന്ന് പറഞ്ഞാൽ എന്ത് മാറ്റം ഉണ്ടാവാനാ എന്ന് ചോദിക്കുകയാണ് സുധീഷ്. ഇപ്പോഴത്തേക്ക് നികേഷ് പൊട്ടിക്കരയാണ്. അപ്പോൾ സുഭാഷ് ഇങ്ങോട്ട് വന്നിട്ട് നികേഷിനെ കെട്ടിപ്പിടിച്ചിട്ട് പറയുകയാണ്, എന്താടാ മോനെ ഇങ്ങനെ? എപ്പോഴെങ്കിലും നിന്നെ ഞങ്ങൾ മാറ്റി നിർത്തിയിട്ടുണ്ടോ? അന്ന് മുതലായാലും എപ്പോഴായാലും നീ ഞങ്ങളുടെ പൊന്നനിയൻ തന്നെയല്ലേ എന്ന് പറഞ്ഞ് സുഭാഷ് കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ സുധീഷും വന്ന് നികേഷിനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അങ്ങനെ നികേഷിനെ അവിടുന്ന് വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് സുഭാഷും സുധീഷും കൂടെ ചേർന്ന്.